എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കമല ഫോണൊക്കെ നോക്കി റൂമിൽ കിടക്കുമ്പോഴാണ് വൈജയന്തി റൂമിലേക്ക് കയറി വരുന്നത് കാണുന്നത്. അന്നേരം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര ആവശ്യത്തിൽ കിടക്കുന്നുണ്ട്. കമലയുടെ അടുത്ത് ചെന്ന് വൈജയന്തി വിളിക്കുന്നുണ്ട്. എന്താ ഏട്ടത്തി കുഴപ്പം, എന്തെങ്കിലും വൈകാരിക തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല വൈജയ, ഭയങ്കര മേലുവേദന, പനിക്കാനാന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകിട്ട് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജ. അന്നേരം ഇന്നലെ വൈകിട്ട് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അന്നേരം കമല പറയുന്നുണ്ട്, അമ്മയ്ക്ക് റസ്ക്കും ബിസ്ക്കറ്റും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ എല്ലാവരും ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഉപവാസം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വൈജയന്തി ചോദിക്കും, മനുവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കമല പറയുന്നുണ്ട്, അവൻ പുറത്തു പോയി കഴിച്ചോളും, പിന്നെ നിൻ്റെ കാര്യമേ പ്രശ്നമുള്ളൂ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയും, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാര്യം ഓർത്ത് ഏട്ടത്തി വിഷമിക്കേണ്ട. ആ പറച്ചിലിൽ തന്നെയുണ്ട് വൈജയന്തിക്ക് കമലയുടെ എല്ലാ കള്ളത്തരം മനസ്സിലായിന്ന്. വൈജയന്തി പുറത്തു കഴിഞ്ഞ ഉടനെ കമല തന്നെ പറയാണ്, അയ്യോടി, എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അങ്ങനെ നീ കാലം നീട്ടിയിരിക്കേണ്ട, നടക്കൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേനല ആദ്യം ഇരുന്ന് കഴിക്കേണ്ടതെന്ന് എന്നൊക്കെയായിട്ടാ പറയുന്നത്. അങ്ങനെ വൈജയന്തി പുറത്തു പോയ ഉടനെ തന്നെ മനു റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറ്റിയതെന്ന്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോട് ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം മനു പറയാണ്, അതല്ലേ അമ്മേ ഞാനിപ്പോൾ ചോദിച്ചതെന്ന് പറയാണ്. അന്നേരം കമല പറയാണ്, എനിക്ക് വയ്യ, ഭയങ്കര നടുവേദന എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, രാവിലെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം കമല പറയാണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന വന്നേ പറയുന്നുണ്ട്. അന്നേരം മനു പറയാണ്, ഇത് എനിക്ക് ഒരുമാതിരി സ്ട്രൈക്ക് പോലെ എനിക്ക് തോന്നിയെന്ന്. എന്ത് സ്ട്രൈക്ക് എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഉണ്ടാക്കിയിട്ട് ഒരുത്തിയും സുഖിക്കേണ്ട എന്ന്. അന്നേരം കമല പറയാണ്, നിനക്ക് മനസ്സിലായല്ലേ, അത് തന്നെയാണ് കാര്യം എന്ന് പറയണം. അന്നേരം മനു പറയാണ്, എന്തിനാ അമ്മ ഇങ്ങനെ കുശുമ്പും പുന്നായ്മയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ ഒരാൾക്കല്ലേ അധികം ഉണ്ടാക്കണ്ടു. അന്നേരം കമല പറയാണ്, അവൾക്ക് ഒരു ദിവസം അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ അവൾക്ക് ഒന്നും തേഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ, 3 നേരം ഇരുന്ന് ഞെണ്ണുന്നുണ്ടല്ലോ, ഇത് എവിടുന്ന് വരുന്നതെന്ന് അവളെ ആലോചിക്കുന്നില്ലല്ലോ, നമുക്ക് എന്ത് അത്യാവശ്യം അവളെ കൂട്ടാഞ്ഞിട്ട് എന്നൊക്കെ കമല പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റി മാനസികമായിട്ട് ആകെ ഡെസ്പായിട്ട് വന്നിട്ടിരിക്കുക, ഭർത്താവില്ല, മക്കൾ കൂടിയില്ല, വീട് വേലക്കാരിയായവൾ കൈവശപ്പെടുത്തി എന്ന് വിചാരിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കമല പറയുന്നത്, ഇതെല്ലാം ആരുടെ കുറ്റ, എല്ലാം അവളെ തന്നെ കുറ്റാണെന്ന് പറയാണ്. എന്നിട്ട് ഇതൊന്നും കേൾക്കാൻ വയ്യാതെ പോലെ മനു പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് മനു പറയാണ്, ഞാനും അച്ഛനും പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചോളൂ എന്ന് പറയാണ്. അന്നേരം കമല പറയാണ്, എന്നാൽ എനിക്കും കൂടി വാങ്ങിക്കണം എന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട് എന്തെന്ന്. അന്നേരം കമല പറയാണ്, ബിരിയാണി എനിക്കും കൂടി വേണമെന്ന് പറയാണ്. ആ സമയത്ത് മനു കമലയുടെ നോക്കിയിട്ട് ഒരു പുച്ഛഭാവം ഇട്ട് പുറത്തേക്ക് പോവാട്ടോ. കാണിക്കുന്നത് ബാലചന്ദ്രനെ ആട്ടോ. ബാലചന്ദ്രൻ ഒരു യാത്രക്ക് പോകാനുള്ള തിരക്കിലാണ്. എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ചാർജറും ഡ്രസ്സും എല്ലാം ബാഗിലെടുത്ത് വെക്കുകയാണ്. എല്ലാം എടുത്ത് വെച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് മക്കളെല്ലാം പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം മക്കളെല്ലാം ചോദിക്കുന്നുണ്ട്, എല്ലാ സാധനവും എടുത്തു വച്ചാന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാ സാധനം എടുത്തു എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, രോഹി ഒന്ന് ഈ പെട്ടി എടുത്തിട്ട് കാറിലെടുത്ത് വെക്കണേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അയ്യോടാ, ഈ ചെറിയ പെട്ടി എടുത്ത് വെക്കാൻ എനിക്ക് ഇവൻ്റെ സഹായം വേണമല്ലോ എന്നൊക്കെ പറയാണ്. അന്നേരം രോഹിത് പറയാണ്, എന്നാൽ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടിയെടുത്ത് കാറിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ നിൻ്റെ ബോഡി ഗാർഡോ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഏത് റോളും അവൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയാണ്, ഇത്ര നാളെ വില്ലൻ വേഷമായിരുന്നു, ഇപ്പോഴാണ് അതൊന്നും മാറി വരുന്നതെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെ പ്ലാൻ എന്താ, റെഡി ആയോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവർ പറയാണ്, ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ, എല്ലാം കുറച്ച് പാക്ക് ചെയ്യാനും കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയാണ്. എന്നിട്ട് രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കാശൊക്കെ സൂക്ഷിച്ച് ചിലവാക്കണം, ഇവരെ കേടുകൂടാണ്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിനക്കാണെന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ്, കേടുകൊണ്ടുവരാതെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളെന്താ പഴുത്ത മാങ്ങയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയാണ്, അച്ഛൻ സന്തോഷത്തോടെ പോയ കാര്യം സാധിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രൻ പോവാട്ടോ.
ബാലചന്ദ്രൻ പോയതിന് ശേഷം ബാക്കിയുള്ളവരെല്ലാം മക്കളെല്ലാം കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛൻ പോയ സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ പോയതാണെന്ന് ചേച്ചിക്ക് അറിയുമോ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയാണ് എനിക്കറിയില്ല, അതുമാത്രം എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ചേച്ചിയുടെ എന്തെങ്കിലും ആവശ്യത്തിനും പോവുമായിരിക്കും, ചേച്ചി ഇവിടുന്ന് പോകുന്നതല്ലേ, സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിരിക്കും അച്ഛൻ പോകുന്നതെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് വലിയ കാര്യമുണ്ടായിരുന്നു, ഇവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു എന്ന് ഒക്കെ പറയാണ്. അന്നേരം അലീന പറയുന്നത് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ മാത്രമേ മാഡം ഇവിടേക്ക് വരുള്ളൂ, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അവിടുന്ന് കമലാൻറ്റിയുടെ ആട്ടവും തൂപ്പെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ വന്നോളൂ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് അവിടെ നിന്ന് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരൂലല്ലോ, വാടക വീട് തേടി പോവില്ലേ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അവിടെ വാടക വീട്ടിൽ എങ്ങനെ താമസിക്കും, ഒരു മനുഷ്യജീവി കൂടി ഇല്ലാണ്ട് എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പറയാണ് അതൊക്കെ വിട്, നമുക്ക് ഇന്ന് പോകേണ്ട കാര്യം സംസാരിക്കാമെന്ന് പറയാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് അവിടെ പോയിട്ട് എന്താ പ്ലാൻ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം എന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ. അന്നേരം അലീന പറയാണ് നമുക്ക് ഒരുപാട് സ്ഥലം കാണാനുണ്ട്, ചിന്നുമോളെ കാണാൻ പോവാം, ബോട്ടിൽ പോവാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കിയേക്കണേ, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയാണ് അതെന്താ നീ വരാത്തതെന്ന് പറയാണ്. അന്നേരം രോഹിത് പറയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതല്ലേ, എനിക്ക് വയ്യ അവരെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി, പിന്നെ നിങ്ങളെല്ലാം പെണ്ണുങ്ങളല്ലേ, ഞാൻ ഒരാണും, അവിടെ ചെന്നാൽ ഒരാളും കൂടി നിങ്ങളുടെ കൂടെ കൂടും, ഞാൻ ഒറ്റക്കാവും എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പറയാണ് നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സൈലൻ്റായിട്ട് ഇരിക്കുക. ആ സമയത്ത് രോഹിത് പറയാണ് എന്നാൽ പോവാം, ഞാനും വരാമെന്നൊക്കെ പറയാണ്, പക്ഷേ നിങ്ങൾ ഡ്രൈവറായിട്ട് മാത്രമേ ഞാൻ വരുന്നു പറയാണ്. അങ്ങനെ അലീന ഗ്രേസി ആൻറ്റീനെ വിളിക്കുക കേട്ടോ. ഗ്രേസി ആൻറ്റീനെ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ വരികയാണ്, ആൻറ്റിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയാണ് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്, ഇത് നിൻ്റെ വീട് കണക്ക് തന്നെയല്ലേ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, എത്ര വേണമെങ്കിലും താമസിക്കാമെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ അനിയത്തിമാരും രോഹിത്തും കൂടി ഉണ്ട് എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയാണ് ആയിക്കോട്ടെ വന്നോളൂ എന്നൊക്കെ പറയാണ്. അന്നേരം അലീന പറയാണ് ആൻറ്റിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയാണ് ഇല്ലാന്നേ നിങ്ങൾ പോന്നോളൂ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ അനിയത്തിമാരെയും അനിയനെയും കൂട്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിരിക്കുക താമസിക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, അതുകൊണ്ടാണ് വരുന്നതെന്ന് പറയാണ്. അന്നേരം ഗ്രേസി ആൻറ്റി പറയാണ് വന്നോളൂ, ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് ഇനി ഒരിക്കലും ഞാൻ വരും, അതെന്താണെന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുക കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട് അതൊക്കെ അവിടെ വന്നിട്ട് പറയാമെന്ന് പറയുന്നത്. അന്നേരം ഗ്രേസി ആൻറ്റി പറഞ്ഞു ആ ഓക്കെ വാ, എത്രയും പെട്ടെന്ന് വേഗം വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച ശേഷം ഗ്രേസി ആൻറ്റി മാമച്ചനങ്ങളോട് ചോദിക്കുക കേട്ടോ, അവർ വരുമ്പോൾ എന്താ കഴിക്കാൻ കൊടുക്കുക, നമുക്ക് രേവതിക്കുട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ അലീനയും പിള്ളേരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ബബിത ഡ്രസ്സും കാര്യങ്ങളെല്ലാം ബാഗിലെടുത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോള് ബബിതയുടെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് നിൻ്റെ അടുക്കും പെറുക്കലെല്ലാം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയാണ് ഇല്ല എനിക്ക് കൺഫ്യൂഷനാണ്, എന്തെല്ലാം എടുക്കണം എന്ന് ഉള്ളത്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്ര കൺഫ്യൂഷൻ. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ബബിതേച്ചി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട് ബ്രഷ്, ടവല്, ഡ്രസ്സ്, ലോഷൻ, പിന്നെ എനിക്ക് ഒരു ഡ്രസ്സും കൂടി എടുത്ത് വെച്ചാൽ എൻ്റെ പണി തീർന്നു എന്ന് പറയാണ് ബബിത. അന്നേരം കൃഷ്ണമോള് ചോദിക്കുകയാണ് നമ്മൾ എത്ര ദിവസം സ്റ്റേ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അത് അലീന ചേച്ചിയോട് തന്നെ ചോദിക്കണം എന്ന് പറയാണ്. ആ സമയത്ത് അലീന അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് അലീനയോട് ചോദിക്കുന്നുണ്ട് എത്ര ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയാണ് ഒരു 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോ, ഒരു സേഫ്റ്റിക്ക്, എന്തായാലും 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും തിരിച്ചു വരും, അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്കിവിടെ എത്തണ്ടേ,